എന്നേരവും ആരാധനയും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ശ്രീകുട്ടി. തിരുവല്ല പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ശ്രീകുട്ടി. തിരുവല്ലയ്ക്കടുത്ത് കവിയൂരാണ് സ്വദേശം. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 ഓഗസ്റ്റ് 19 തീയതിയാണ്. 13 ആദ്യമായിട്ട് ഇവിടെ വന്നു. അതിനുശേഷം 19 ഉടമ്പടി എടുത്തത്. സ്വന്തമായിട്ട് ഒരു ഭവനം ഇല്ലായിരുന്നു. അതായിരുന്നു ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ ഉള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. കുടുംബമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നിട്ടുണ്ട്. അമ്മയുടെ അനിയത്തിയുടെ കൂടെ കുടുംബമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ഭവനമില്ല. ഞാൻ ഒരു +2 ഡിഗ്രി പഠിക്കുന്ന സമയം വരെ ഞങ്ങളൊരു അലമാരിയുടെ ഇടയിലായിരുന്നു ഞാനും അനിയത്തി. കാല് നിവർത്ത് നമ്മളൊന്ന് ഉറങ്ങിയിട്ടില്ല. അതുപോലൊരവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് ബ്ലോക്കിൽ നിന്ന് 4 ലക്ഷം രൂപ അനുവദിച്ച് ഞങ്ങൾ വീട് വെച്ചു. വീട് വെച്ചിട്ട് നമ്മൾ മൊത്തം പണിയും നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് പറ്റിയില്ല. അവർ തന്ന പൈസയ്ക്കൊത്ത് നമുക്ക് പണി പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ആപ്പാടെ ഉള്ളത് 4 സെൻറ്റ് സ്ഥലവും വീടും മാത്രമേ ഉള്ളൂ. അപ്പം 4 സെൻറ്റ് ഒരു ബാങ്കിലും ലോൺ എടുത്തിട്ട് ലോണിന് കൊടുത്താൽ കിട്ടത്തില്ല. കോപ്പറേറ്റീവ് ബാങ്കിൽ പോലും 5 ലക്ഷം രൂപയിൽ 5 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോണ് കിട്ടത്തുള്ളൂ. അപ്പം ഞാനും അമ്മയും ഓരോരോ ബാങ്കുകൾ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, ഇങ്ങനെ ഓരോരോ ബാങ്കുകൾ നിരന്തരം കയറി ഇറങ്ങി നടക്കുക. നമുക്ക് 4 സെൻറ്റായതുകൊണ്ട് ആരും ലോണ് തരത്തില്ല. അമ്മ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ANM സ്റ്റാഫാണ്. അപ്പം അമ്മയുടെ സാലറി സ്ലിപ്പ് വെച്ചിട്ട് നമ്മൾ ലോൺ എടുക്കാനാണ് നോക്കിയത്. നമുക്കൊരു നിവൃത്തിയില്ല. നമ്മളിങ്ങനെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അവസാനം നമ്മൾ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അപ്പോൾ എൻ്റെ 2ാമത്തെ പുതുക്കലായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ 2ാമത്തെ പുതുക്കലായിരുന്നു. ഞാൻ ആദ്യം ഇവിടെ വരുമ്പോൾ ധ്യാനം കൂടുമ്പോൾ ആ ബാക്ക് സൈഡിൽ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. അപ്പം അച്ഛൻ എന്നെ കാണാനായിട്ട് ഒരു നിവൃത്തിയില്ല. ഇത്രയും ആൾക്കൂട്ടത്തിന്, അന്ന് ഇതിലും ആളുണ്ട്, ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ അച്ഛൻ എന്നെ കാണാൻ നിവൃത്തിയില്ല. ഇവിടെ വന്ന് ടോക്കൺ എടുത്ത് അച്ഛനെ കണ്ടപ്പം അച്ഛൻ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറയും, നീ എന്തിനാ അവിടെ നിന്ന് ഉറങ്ങിയെന്ന് ആദ്യം ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛനോട് ആര് പറഞ്ഞു കൊടുത്തു? ഞാൻ അവിടെ നിന്ന് ഉറങ്ങിയത് എങ്ങനെ? അച്ഛൻ എങ്ങനെ അറിയാം ഞാൻ അവിടെ നിന്ന് ഉറങ്ങിയെന്ന്? അച്ഛന് തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോ, എല്ലാം നടക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ ബാങ്ക് കയറി ഇറങ്ങും. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കിനി വയ്യ, കയറി ഇറങ്ങാനായിട്ടുള്ള ശേഷി എനിക്കിനി ഇല്ലേ, നമുക്ക് വയ്യ, നമുക്ക് നിർത്താം. ഇപ്പോൾ കുടുംബത്തിൽ നമ്മൾ ഇറങ്ങി കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ പണിയിട്ട് ഞങ്ങൾ തീർന്നിട്ടും ഇല്ല, ഒരു വാതിൽ പോലും ഇല്ല. അപ്പോൾ തകര ഷീറ്റ് കൊണ്ടൊരു വാതിലാണ് ഞങ്ങൾ വീടിനെ മറച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അക്രൈസ്തരായതുകൊണ്ട് തന്നെ ഈ പള്ളിയിലെ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും ഒക്കെ സ്പീക്കറിൽ ഞങ്ങൾ ഒച്ചത്തിലിട്ട് വെക്കും. അപ്പോൾ ഇതൊന്നും അയൽപക്കത്തുള്ളവർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവർ പറയും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇതൊക്കെ തട്ടിപ്പാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതുമായിട്ട് തന്നെ ഉടമ്പടി തന്നെ കുറച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. അതിനുശേഷം ഞാൻ ബസ് കയറാൻ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കിന് പോസ്റ്റിൽ ഇങ്ങനെ 2 സെൻറ്റ് തൊട്ട് ഭവന വായ്പ എന്ന് എഴുതി വെച്ചു. അങ്ങനെ ഞങ്ങളത് ആ നമ്പറിലേക്ക് വിളിച്ചു. അവർ വന്ന് ആക്സിസ് ബാങ്കുകാർ ഞങ്ങൾക്ക് വീട്ടിൽ വന്നു. 7 ലക്ഷം രൂപ ഞങ്ങൾക്ക് ലോൺ അനുവദിക്കുമായിരുന്നു. അപ്പോഴും അമ്മയുടെ 7 എന്നുള്ള സംഖ്യയാണ് എപ്പോഴും കണക്റ്റ് ആക്കുന്നത്. 7-ാം തീയതിയാണ് അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നത്. 7 ദിവസത്തോളം നമ്മൾ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ 7 എന്നുള്ള സംഖ്യ വളരെയധികം കണക്റ്റഡ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് 7 ലക്ഷം രൂപ പാസ്സായി. ഞങ്ങൾ വീട് പണി വളരെയധികം ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു. അതിനുശേഷമായിരുന്നു അനിയത്തി +2 കഴിഞ്ഞ് എന്ത് പഠിക്കണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് എന്നെപ്പോലെ ഡിഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും PSC എഴുതി ഇങ്ങനെ വെറുതെ നടക്കുന്നതിലും ഭേദം മെഡിക്കൽ ഫീൽഡ് നോക്കാമെന്ന് തന്നെ കരുതിയിട്ട് അവൾ നഴ്സിങ്ങിന് ചേർത്തു. 25,000 രൂപയല്ലാതെ വേറെ 1 രൂപ ഞങ്ങളുടെ കയ്യിലില്ല. അച്ഛന് സാധാരണ മെയിൻ്റനൻസ് പണിയാണ്. അപ്പോൾ അമ്മയുടെ ശമ്പളം കൊണ്ടാണ് നമ്മൾ ലോണൊക്കെ അടച്ചു പോകുന്നത്. അച്ഛൻ്റെ പൈസയിൽ നമ്മൾ ചിലവും കഴിയും. അങ്ങനെ നമ്മൾ കുടുംബം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ 25,000 രൂപയല്ലാതെ വേറൊരു പൈസ ഞങ്ങളുടെ കയ്യിലില്ല. അത് പലയിടത്തുനിന്നായിട്ട് അച്ഛനും അമ്മയും കടം മേടിച്ചതാണ്. ആ പൈസ കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയെ കൊണ്ട് മംഗലാപുരത്ത് നഴ്സിങ്ങിന് ചേർത്ത് കഴിഞ്ഞ് അവളുടെ കൂടെ പഠിക്കുന്ന എല്ലാവരും പൈസയുള്ള പിള്ളേർ, റൂംമേറ്റുള്ള പിള്ളേരാണെങ്കിൽ എല്ലാം കാശുള്ള. എൻ്റെ അനിയത്തിക്ക് ഇടാനായിട്ടൊരു ഡ്രസ്സ് പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ അവിടെ ചെന്ന് കയറുന്നത്. അപ്പോൾ അമ്മ ചോദിച്ചു, മോനെ നമ്മൾ എന്ത് കൊടുക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ PG പഠിത്തം അവസാനിപ്പിക്കുക, ഇനി വയ്യ എന്നെ കൊണ്ട് പഠിക്കാൻ, ഞാനും എന്തെങ്കിലും ജോലിക്ക് പോവുക, അല്ലാതെ നമ്മുടെ കുടുംബം മുന്നോട്ട് പോകത്തില്ലെന്ന് കരുതി. അങ്ങനെ ഞാൻ ചങ്ങനാശ്ശേരി IDFC ബാങ്കിൽ കളക്ഷനിൽ ജോലിക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഈ കളക്ഷൻ പൈസയിലൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനോ എടുക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം അവളുടെ കൂട്ടത്തിൽ പുതിയൊരു റൂംമേറ്റ് ഒക്കെ വെച്ച് വന്നു. കാസർഗോഡുകാരി
കൊച്ചു വന്നു. അപ്പോൾ അവളുടെ പപ്പയോട് ഇങ്ങനെ, പപ്പ നമ്മുടെ എൻ്റെ കൂടെ റൂമിലുള്ളൊരു കൊച്ച് ഭയങ്കര സാമ്പത്തിക ഉന്നതത്തൊരു പെങ്കൊച്ച് കൂടെ വന്നിട്ടുണ്ട്, അവളെ എങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ പപ്പ അതും 7 ദിവസം കഴിഞ്ഞിട്ട്, അവളവിടെ ചെന്നതിന് ശേഷം 7 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് പറയാ, ഞങ്ങളുടെ മോളെ ഒരു UK ഫാമിലിക്ക് അവളെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ട്. ആ കോളേജിൽ, മംഗലാപുരത്തെ നഴ്സിംഗ് കോളേജിൽ എൻ്റെ അനിയത്തിയുടെ ഫീസാണ് ആദ്യമായിട്ട് ഒരു വർഷം മുഴുവൻ ഫീസ് അടച്ച് തീർക്കുമായിരുന്നു ആ സ്പോട്ടിൽ. എത്രമാത്രം നന്ദി അമ്മയോട് പറഞ്ഞ കാര്യം. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, തിരിച്ചു വരാൻ ലോക്കലിലാണ് അമ്മ ട്രെയിനിൽ കയറി വന്നത്. കാര്യം പൈസ അമ്മയുടെ കയ്യിലില്ല. അവിടെ ചെന്നിട്ട് ബെഡ് മേടിക്കാൻ പോലും പൈസ തികയാഞ്ഞിട്ട് ഞാൻ പലരോടുമായിട്ട് കടം മേടിച്ചാണ് 5000 രൂപയോളം അയച്ചു കൊടുത്താണ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അമ്മ തിരികെ വന്നത്. അപ്പോൾ എത്രമാത്രം നന്ദി പറഞ്ഞു. ഇതെല്ലാം എൻ്റെ അമ്മയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. പ്രേക്ഷിത വേദികളെന്ന് വെച്ചാൽ അതാണ് എന്നെ ഏറ്റവും അധികം ഈ സാക്ഷ്യം പറയാനാണെങ്കിൽ, ഇവിടെ നിൽക്കാനാണെങ്കിലും പ്രേരണയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് പ്രേക്ഷിത വേല ചെയ്യുമ്പോഴത്തേക്കിന് ഞങ്ങളുടെ വീട്ടിൽ റേഷനരിയാണ്. ഞങ്ങൾ ഇപ്പോഴാണ് നല്ല ഈ ചുവന്ന അരിയൊക്കെ വെച്ച് ചോറുണ്ട്. ഞങ്ങൾ റേഷനരിയാണ് ഞങ്ങൾ ചോറ് വെച്ച് കഴിക്കുന്നത്. അപ്പം ഇവള് ചോദിച്ചു, ചേച്ചി നടി നമ്മൾ എന്തോ കൊടുക്കും, നമുക്ക് പ്രേക്ഷിത വേല ചെയ്യണ്ടേ? അപ്പം ഞാൻ പറയടി, ചോറ് കൊടുക്കണേ, നല്ല അരിയിട്ട് വേണ്ടേ കൊടുക്കുക. അവൾ പറഞ്ഞു നമുക്ക് ഉള്ള പോലെ കൊടുക്കാം. അപ്പം കറി വെക്കാൻ കറിയൊന്നുമില്ല. അപ്പോൾ ആകെ ഞങ്ങളുടെ കയ്യിലുള്ളത് കുറച്ച് ചില്ലറ പൈസയാണ്. ചില്ലറ പൈസ ഒരു 10-12 രൂപ കാണും. ആ ചില്ലറ പൈസ എടുത്ത് അവൾ കടയിൽ പോയി മുട്ട മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ ചേമ്പും താള് വേറെ അത് പറയാൻ എനിക്ക് ഒരു മടിയില്ലായിരുന്നു. ഞാൻ വന്ന വഴി ഞാൻ മറക്കത്തില്ല. ആ ചേമ്പും താള് പറിച്ച് ഞങ്ങൾ തോരൻ വെച്ചു. മുട്ടയും വറുത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ പ്രേക്ഷിത വേല തിരുവല്ലയിൽ ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ വൃത്തിയായിട്ട് ഞങ്ങൾ ചോറുമ്പതി കൊടുക്കുക. കാര്യം നമ്മളെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാനോ മീൻ മേടിച്ചു കൊടുക്കാനോ ആ സമയത്തൊന്നും പൈസ നമുക്കില്ല. അപ്പോൾ ഇവളൊക്കെ നഴ്സിങ്ങിന് പഠിക്കാൻ പോകുന്നതിന് മുന്നാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഓരോ രോഗികളായിട്ട് ഞങ്ങൾ കയറി ഇറങ്ങി കണ്ടു. എല്ലാവർക്കും തൈലം തൊട്ട് കുരിശ് വരച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈ പ്രേക്ഷിത വേലയൊക്കെ ചെയ്തതിന് ശേഷമാണ് എൻ്റെ കുഞ്ഞ് നഴ്സിംഗ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം അമ്മ അവളെ അത്രത്തോളം സഹായിച്ചു. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം പോലും ഞങ്ങൾ മീനില്ലാതെ ഞങ്ങൾ ചോറുണ്ടെന്നില്ല ആ അവസ്ഥയിലേക്ക്. അതുപോലെ ഞങ്ങളുടെ വീട് ഞങ്ങൾ പണിയുന്ന സമയത്ത് ഈ തകര ഷീറ്റ് കൊണ്ടാണ് മറച്ചത്. അപ്പം അയൽപക്കത്ത് അപ്പോഴും നമുക്ക് കളിയാക്കൽ ഒത്തിരി ഉണ്ടായിരുന്നു. കട അടക്കി വന്ന ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത്, കടയടയ്ക്കുക അല്ലെങ്കിൽ സന്ധ്യാസമയം. അപ്പം ഭയങ്കര സൗണ്ടായി. രാത്രി നമ്മൾ കിടക്കാതിരുത്ത് ഈ കഥ അടയ്ക്കുമ്പോഴത്തേക്കിന് ഭയങ്കര ശബ്ദം കടുകെടുന്നുള്ള ഭയങ്കര സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ പറയും, ഓ അവർ കടയടയ്ക്കുക എന്ന് പറയും. ഇന്ന് അവിടങ്ങളിൽ ആ 7 വീടുകളിൽ 25,000 രൂപയുടെ ഡോറുള്ള വീട്ടിൽ നിന്നാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ സാക്ഷ്യം പറയേണ്ടി വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ എന്നെ എത്രത്തോളം ഉയർത്തിയിട്ടാണ്. അതുപോലെ എല്ലാ പ്രേക്ഷിതകളും ചെയ്യാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ജീവിതത്തിൽ സ്വന്തമായിട്ട് കിടക്കാട് ഒരു പ്ലേറ്റും ഗ്ലാസ്സും അല്ലാതെ പ്രതീക്ഷകളെല്ലാം വറ്റി വരേണ്ടുള്ള മനുഷ്യരുണ്ട്. നമ്മളെയൊക്കെ കാത്തിരിക്കാനായിട്ട് വീട്ടിൽ അച്ഛനും അമ്മയും കാണും, സഹോദരങ്ങൾ കാണും. അവരെയൊക്കെ കാത്തിരിക്കാൻ നമ്മളെപ്പോലുള്ള സാധാരണക്കാരല്ലെങ്കിൽ ആഴ്ചവട്ടങ്ങളിലോ മാസങ്ങളിലോ വർഷങ്ങളിലോ എന്തെങ്കിലും കൊണ്ടുവരുന്ന ആൾക്കാരും മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ ഒന്നുമല്ല, മനുഷ്യരെന്ന് പറയുന്നത് ഒന്നുമല്ലെന്ന് ഓൾഡ് ഏജ് ഹോമിൽ പോയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അവിടെ ചെല്ലും, അവർ നഖം വെട്ടി കൊടുക്കും, അവരുടെ ഡ്രസ്സ് അലക്കും, അവരുടെ ബാത്റൂം ക്ലീൻ ചെയ്ത് കൊടുക്കും, അവരെ കുളിപ്പിക്കും. എല്ലാം ഈ മുത്തൂറ് ഒരു ഓൾഡ് ഏജ് ഹോമിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ പ്രൈസ് വിലയും ചെയ്യും. ഇന്ന് ഞാൻ കളക്ഷൻ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വഴിയിൽ ആര് കണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് എൻ്റെ കയ്യിൽ ചിലപ്പോൾ 50 രൂപയാണെങ്കിൽ 2 ഏത്തക്കാപ്പും 1 ഗ്ലാസ് 1 കുപ്പിയും വെള്ളവും. കാര്യം അത് കൊടുക്കണം. എനിക്കത് കൊടുക്കാതെ പോകാതിരിക്കാനായിട്ട് പറ്റത്തില്ല. എൻ്റെ കയ്യിൽ വരും പൈസ കളക്ഷനായിട്ട് കൊടുക്കുന്നത് ഷോർട്ട് വന്നോട്ടെ, സാരമില്ല, അപ്പം അമ്മ പരിഹരിച്ചോളൂല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ സമയം അങ്ങനെ കൊടുക്കും. അതിനുശേഷം ഒക്ടോബർ 25 2024 ജപമാല റാലി വന്നു. ഈ റാലിയിൽ പോകാൻ ദിവസം 19,000 രൂപയുടെ കളക്ഷൻ ഞാൻ എടുക്കുന്നുണ്ട്. അത് വൈകുന്നേരം 6 ആകുമ്പോഴത്തേക്കും അവിടെ ഓഫീസിൽ കൊടുക്കണം. അന്ന് കളക്ഷൻ കൊടുക്കുന്ന സമയത്ത് 24-ാം തീയതി ഞാൻ ഇവിടെ വോളണ്ടർ, 25-ാം തീയതി രാവിലെ എനിക്കിവിടെ വരണം, തലേ ദിവസം വൈകിട്ട് ഇവിടെ വരണം. ഞാൻ വോളണ്ടറാണ്. വൈകുന്നേരം 6:30 ആയിട്ടും എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അമ്മയുടെ കയ്യിലും പൈസ. കാര്യം എപ്പോൾ ഈ ലോൺ അടവും കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഒരു മാസം 16,650 രൂപ നമുക്ക് ബാങ്കിൽ അടയ്ക്കേണ്ടത്. അത് അടയ്ക്കുന്നു, കൊച്ചിൻ്റെ ഹോസ്റ്റൽ അടയ്ക്കുന്നു, മെസ്സ് അടയ്ക്കുന്നു, ബാക്കി ചിലവുകൾ, വീട്ടു സാധനങ്ങൾ, വണ്ടിയുടെ EMI, ഇതെല്ലാം നമ്മൾ ഈ ശമ്പളം വെച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഹൗസിംഗ് ലോൺ അടയ്ക്കാൻ മാത്രം എൻ്റെ ശമ്പളം വെച്ചിട്ടാണ് ഞാൻ അടയ്ക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയെ മാസാവസാനം ആരോട് പോയി നമ്മൾ ചോദിക്കും, പൈസ ഇല്ല. അപ്പം അമ്മ പറഞ്ഞ്, മോന് കളക്ഷൻ പൈസ. ഞാൻ പറഞ്ഞു, അമ്മ 1 രൂപ എടുക്കാൻ പറ്റത്തില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ വേറെ പൈസ ഇല്ല. അങ്ങനെ 6:30 ആയപ്പോൾ അറിയത്തില്ല, അമ്മ ആരോടൊക്കെ തല്ലിക്കൂട്ടി 2000 രൂപ ഒപ്പിച്ച് എന്നെ കാത്ത് 6:30 ആയപ്പോൾ വീട്ടിൽ ഇരിക്കുക. അന്ന് വെള്ളിയാഴ്ച ദിവസം, പിറ്റേ ദിവസം ലീവ് ചെയ്തിരുന്ന മാനേജർ പറഞ്ഞു, പിറ്റേ ദിവസം കളക്ഷൻ ഉണ്ട്, കിട്ടാത്ത കളക്ഷൻ എടുക്കണം, പിറ്റേ ദിവസം പറയണം. ഞാൻ സാറ് ഒക്കത്തില്ല, ഞാൻ വരത്തില്ല, എനിക്ക് റാലിക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് വെള്ളിയാഴ്ച
വെള്ളിയാഴ്ച 8 മണിയായി അവരെന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ സമയം വെള്ളിയാഴ്ച 8 മണിയായി. അപ്പോൾ സോഷ്യോ ഇവിടുന്ന് ആൾക്കാരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, റാലിക്ക് വരുന്ന വോളണ്ടർ ഇത്രയും സമയം ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് സമയത്തുള്ളിൽ ഞാൻ എന്തായാലും വരും, അവിടെ നിൽക്കുക, എനിക്ക് ഇച്ചിരി സമയം കൊടുത്താൽ ഞാൻ ഇറങ്ങുന്നേ ഉള്ളൂ. രാത്രി 8:30 തിരുവല്ല സ്റ്റാൻഡിൽ വന്നു. അപ്പം ബസ്സുകൾ ഏകദേശം ബസ്സുകൾ വരുന്നുണ്ട്, പക്ഷേ എല്ലാം കോട്ടയം എറണാകുളം ഭാഗത്തേക്കുള്ള ബസ്സുകളാണ് വരുന്നത്. ആലപ്പുഴയ്ക്ക് ഒരൊറ്റ ബസ്സില്ല. ഞങ്ങൾ നേരെ ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ ചേർത്തല ബസ് അവിടെ ആലപ്പുഴ AC റോഡിലുള്ള ബസ്സുണ്ട്, നമുക്ക് ചങ്ങനാശ്ശേരിക്ക് പോവാം. ഞാനും അമ്മ ചങ്ങനാശ്ശേരി ഇരുന്നു. ഇപ്പോൾ 2000 രൂപയിൽ നിന്ന് 40 രൂപ പോയി, അതാ 20 രൂപ 40 രൂപ പോയി. ബാക്കി പൈസയായിട്ട് ഞാനും അമ്മ സ്റ്റാൻഡ് നിൽക്കുക. അവിടെ ഡിപ്പോ ചോദിച്ചപ്പോൾ പറഞ്ഞു വെളുപ്പിന് 4 മണിക്കല്ലാതെ ഇനി ഇവിടെ ബസ് വേറെ ഇല്ല. അമ്മ എന്നെ പറയാനായിട്ട് ഒന്നും ബാക്കിയില്ല, നീ ഒറ്റ വരുത്തി കാരണം ഇത്ര ലേറ്റ് ആയിരുന്നു, നമുക്കിവിടെ ചെല്ല, നിനക്ക് ഉത്തരവാദിത്തം ഇല്ല, നിൻ്റെ തീഷ്ണത കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് എന്നെല്ലാം എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ നമുക്ക് എത്താം. അപ്പം ഓട്ടോയ്ക്ക് അവിടെ വരെ പോകാനുള്ള പൈസ ഇല്ല, എന്തായാലും ചങ്ങനാശ്ശേരി ആലപ്പുഴയ്ക്ക് ആ സമയത്ത് തരണമെന്നുണ്ടെങ്കിൽ നല്ല ചാർജ് അവർ മേടിക്കും. അപ്പം ഞാനൊരു കൊന്തമാലയിൽ എൻ്റെ ഈ കഴുത്തിലിട്ടിരിക്കുന്ന ഇതുപോലൊക്കെ ഒരു പരിശുദ്ധ അമ്മ സദ്യം, ഈ കൊന്തമാലയിൽ ഇതുപോലൊക്കെ ഒരു കൊന്തമാല ഞാൻ ചവിട്ടുക സ്റ്റാൻഡ് ചെയ്യുന്നു. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഇത് അമ്മയുടെ കൊന്തമാല, അമ്മയ്ക്ക് ഈ സൂക്ഷിക്കാനൊന്നും വയ്യെങ്കിൽ ഇതെന്തിൻ്റെ കൈ പിടിയിൽ കഴുത്തിലിട്ട്. അമ്മ പറഞ്ഞിട്ട് എൻ്റെ കൊന്തമാല എൻ്റെ ഉണ്ട്, ഇത് 6 കൊന്തമാലയാണ്. അപ്പം ഞാൻ ആ കൊന്തമാല എടുക്കുകയും കിടങ്ങറാന്നാണ് ആ ബസ്സിൻ്റെ ബോർഡ് ഞാൻ കണ്ടത്. കിടങ്ങറായെന്ന ബസ്സിൽ നിന്ന് ഒരു അങ്കിളും ആൻറ്റി ഇറങ്ങി വരിക. ആ സ്ത്രീ എന്ന് വെച്ചാൽ ഭയങ്കര സുന്ദരിയാണ്, നിറയെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു ഇവർ ഈ രാത്രി ഇത്രയും സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് എവിടെ പോകും. അപ്പം നമ്മളാണെങ്കിൽ ഒരു മനുഷ്യരാണെങ്കിൽ വേറെ ആളെ കാണുമ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിക്കുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇവരെന്താ ഇത്രയും സ്വർണ്ണമൊക്കെ ഇട്ട് വരുന്നത്. അപ്പം ഈ അങ്കിളും ആൻറ്റി എൻ്റെ അടുത്ത് അപ്പം വലിയ പ്രായം നല്ല ചെറുപ്പക്കാരാണ്, വലിയ പ്രായമുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എങ്ങോട്ടേക്കാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇതുപോലെ ആലപ്പുഴയ്ക്ക് പോവാം, ഞങ്ങളും അങ്ങോട്ടാണ്. അപ്പം ഞാനപ്പോൾ ഓർത്ത് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇനി ബസ്സില്ല, വെളുപ്പിനെ 4 മണിക്കേ ഉള്ളൂ ബസ്, ഇനി വീട്ടിൽ പോകാൻ പറ്റത്തില്ല, എനിക്ക് അവിടെ വോളണ്ടർ, എനിക്ക് ആ സമയത്ത് അവിടെ ചെന്നേക്കും. സോഷ്യലുള്ള ആൾക്കാരോട് ഞാൻ മറുപടി പറഞ്ഞ് മടുത്തു. കാര്യം ഭക്ഷണവും താമസ സൗകര്യവും എല്ലാം ആക്കി അവരവിടെ ഇത്ര ആൾക്കാരെ എണ്ണി കാത്തിരിക്കുമ്പോൾ നമ്മൾ എത്താതിരിക്കുന്ന എൻ്റെ സമയം അധികം വൈകി. അപ്പം സമയത്തിന് മേലെ എൻ്റെ അമ്മയെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകുന്നൊരു സമയം വരുന്നത്. അപ്പം ഈ അങ്കിള് പറഞ്ഞു മോളെ ഒരു കാര്യം നമുക്ക് ഓട്ടോയ്ക്ക് പോവാം. ഞാനന്ന് ആദ്യം മടിച്ച്, കാര്യം കയ്യിൽ ഇത്രയും പൈസ ഉള്ളൂ, എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഉള്ളെന്ന് എനിക്കും അറിയാം അമ്മയ്ക്കും അറിയാം. ഞങ്ങൾ മുഖാമുഖം നോക്കി. അപ്പം അമ്മ പറഞ്ഞു മനസ്സിലോട് ഞാൻ ഒരു കാര്യം ചെയ്യുന്നത് അവിടെ സോഷ്യോ വെച്ച് ആരോട് എനിക്ക് കടം മേടിക്കാം, ബാക്കി പൈസ ഓട്ടോയ്ക്ക് കൊടുക്കാം, എന്നാലും അവർ പകുതി കൊടുക്കത്തുള്ളൂ, നമ്മളും പകുതി കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അമ്മയുടെ ഈ 2 വ്യക്തി അങ്കിളും ആൻറ്റിയും ഞാനും അമ്മയും ഒരു ഓട്ടോയിൽ കയറി തിരുവല്ല സ്റ്റാൻഡിൽ നിന്ന് AC റോഡ് വഴി ആലപ്പുഴയ്ക്ക് ചേർത്തലയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ സ്റ്റാൻഡിൽ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട മോളെ ഞങ്ങൾ കൊടുത്തോളാം. ഞാൻ പൈസ എടുത്ത് ഈ 1000 രൂപയും കൈ പിടിച്ച് 1500 രൂപയോളം കൈ പിടിച്ച് വെച്ചോണ്ടിരിക്കുക. ഇപ്പത്തിന് പകുതിയാവുമല്ലോ, കൊടുക്കുക സമയമല്ലേ. അപ്പോൾ പറഞ്ഞു മോളെ വേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. ആ അച്ഛൻ ആ പൈസ കൊടുത്തു. അതിനുശേഷം ഞങ്ങളവിടെ ചായക്കടയിൽ കയറി ഞങ്ങൾക്ക് ആഹാരം വാങ്ങി തന്നു. അപ്പം പൊറോട്ടയും ബീഫ് കറിയും മേടിച്ചു തന്നു. അപ്പം ഞാൻ ചോദിച്ചു അങ്കിളെ ഈ അങ്കിളും ആൻറ്റിയും കഴിച്ചില്ല. അപ്പം ഞാൻ ചോദിച്ചു ഇവർക്ക് പ്രത്യേകതരം ഒരു ഭംഗിയാണ്, നല്ലൊരു മണമൊക്കെ ഉണ്ട് ഇവർ അടുത്ത് വരുമ്പം. എന്താ ഇവിടെ മുല്ലപ്പൂവിൻ്റെ മണോ അല്ല വേറൊരു തൈലം, നമുക്ക് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ സമയത്ത് കയ്യിലൊരു തൈലം പോലെ തളിക്കും, ആ ഒരു തൈലത്തിൻ്റെ മണമായിരുന്നു ഈ 2 വ്യക്തികൾക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസമോ ഞങ്ങളിന്ന് മാംസം കഴിക്കരുത്, ഞങ്ങൾ രണ്ടുപേരും മാംസം കഴിക്കത്തില്ല, നിങ്ങൾ കഴിക്കാൻ വയറ് നിറച്ച് ഭക്ഷണം മേടിച്ച് തന്നു. അവിടെ നിന്ന് എറണാകുളം ബസ്സിന് കയറി പള്ളിയുടെ ഫ്രണ്ടിൽ ഇറങ്ങി ഇവിടുന്ന് അമ്മയെ പ്രാർത്ഥിച്ചപ്പം ഞാൻ പറഞ്ഞു അങ്കിളെ ഇനി എങ്ങോട്ടാണ്, ഞങ്ങൾ നേരെ സോഷ്യോയിലോട്ട് പോവാം, ഞങ്ങൾ വോളണ്ടറാണ്, ഞങ്ങൾ സോഷ്യോയിലോട്ട് പോകും. അങ്കിൾ എങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പം തന്നെ ഭയങ്കരമായിട്ട് ആൾ ഓൾറെഡി ഇവിടെ നിറഞ്ഞു നിന്ന്. അപ്പോൾ അങ്കിൾ എന്നോട് പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പൊക്കോ, ഞങ്ങൾ പുറകെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അങ്കിളും ആൻറ്റിയും ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ പുറകെ വന്നു. ഞങ്ങൾ സോഷ്യോയിലാക്കിയപ്പോൾ സോഷ്യോവരാക്കിയിട്ട് ഇവരെ ഞാൻ കണ്ടില്ല. ഞാൻ ആ സെക്യൂരിറ്റി അങ്കിളെ ഗേറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വ്യക്തികളെ ഞാൻ കണ്ടില്ല. പക്ഷേ ഇവർ പോയതിനു ശേഷമാണ് ആ സുഗന്ധാഭിഷേകം കണ്ടത്. അപ്പം ഈ അങ്കിളിൻ്റെ കയ്യിൽ ഈ ഔസേപിതാവ് ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോഴും. പക്ഷേ ഈ ചില്ലുംകൂട്ടിലിരിക്കുന്ന ഔസേപിതാവിൻ്റെ കയ്യിലിരിക്കുന്ന അതേ തടിയുടെ കൊന്തമാലയാണ് ഞാൻ ആ വ്യക്തിയുടെ കണ്ടതെന്നുള്ള കാര്യം എനിക്ക് 100-110% ഉറപ്പുള്ള കാര്യം. അപ്പോൾ എനിക്ക് 100% ഉറപ്പാണ് എൻ്റെ അമ്മയും ഔസേപിതാവും കൂടെ എനിക്ക് കൂട്ടുവന്ന് എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ചിലവാക്കാതെ എന്നെ ഈ റാലിയുടെ വോൾഡായിട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള എല്ലാ എൻ്റെ കാര്യങ്ങളിലും എൻ്റെ അമ്മയും ഈശോപ്പയും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, 100% ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ നമുക്ക് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ സഹനം വരും, ഒരുപാട് സഹനം വന്നു, ഒരുപാട് പേര് അപമാനിച്ചു, കുറ്റം പറഞ്ഞു, എല്ലായിടത്തും നെഗറ്റീവ്, അതൊക്കെ നമ്മുടെ പരീക്ഷണങ്ങളാണ്. ഒരു സഹനം ഉണ്ടെങ്കിൽ
നമുക്കൊരു മഹത്വമുള്ളതെന്ന് അച്ഛൻ എപ്പോഴും പറയും. അതുപോലെ ഞാൻ വിശ്വസിക്കുന്ന വചനം ലൂക്ക 12:27 മനുഷ്യന് അസാധ്യമായതൊക്കെ ദൈവത്തിന് സാധിക്കും. നമ്മളെ കൊണ്ടൊന്നും സാധിക്കത്തില്ല. നമ്മളൊന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ, നമ്മൾ ഉണരുന്നുണ്ടെങ്കിൽ, നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ, നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഒരു കോടാനുകോടി നന്ദി ഞാൻ പറയുകയാണ്. ഇത്രയും നാളെന്നെ സാക്ഷ്യം പറയാൻ വൈകി. അടുത്ത റാലിയിൽ ഞാൻ വോളണ്ടറാണ്. അപ്പം അതിന് മുന്നേ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ അമ്മയോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. അപ്പം അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ പറയുന്നുണ്ട്, സാക്ഷ്യം പറയാൻ നിൽക്കുന്ന മക്കൾ സാക്ഷ്യം പറയണം. അപ്പം എൻ്റെ മനസ്സിൽ ദൈവമേ, ഞാൻ സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാനത് ഇന്ന് സാക്ഷ്യം പറയണമെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ വെളുപ്പിനെ വീട്ടിൽ നിന്ന് വന്നതാണ്. സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അവസരം നൽകിയ അമ്മ മാതാവിനോടും ഈശോപ്പയോടും എല്ലാവരോടും കോടാനുകോടി നന്ദി. 2 കൊരിന്തോസ് 12:9-10 തിരുവചനങ്ങൾ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ശ്രീകുട്ടി എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. മകൾ എത്ര ശക്തമായിട്ട് ഉടമ്പടിയുടെ ദൈവികമായ സാന്നിധ്യത്തെയും സമയത്തിലുള്ള ഇടപെടലുകളെയും ഏതൊരു ഭാരവും ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന അമ്മ മാതാവിൻ്റെ സവിശേഷമായ കൃപയെയും കുറിച്ച് നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു. 9 തവണ ഉടമ്പടി പുതുക്കിയ മകളാണ്. അതുകൊണ്ട് ഉടമ്പടി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന്, അമ്മയിൽ ശരണപ്പെടേണ്ടത് എങ്ങനെയെന്ന് മകൾക്ക് നന്നായിട്ട് അറിയാം. പ്രിയമുള്ളവരെ, ഇത് ഉടമ്പടി ജീവിതത്തിൽ നാം എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടതാണ്. നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തയോടുകൂടി ദൈവസ്നേഹത്തോടുകൂടി ജീവിക്കുന്നതിന് തയ്യാറാണോ? ഒരിക്കൽ പോലും നമ്മളെ ഇകഴ്ത്താതെ, ചെറുതാക്കാതെ, മാറ്റി നിർത്താതെ നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അമ്മ മാതാവ് സഹായിച്ചിരിക്കും. മകൾ പറയുന്നുണ്ട്, കഴിഞ്ഞ ഉടമ്പടിയുടെ ജപമാല റാലിക്ക് വേണ്ടി വരുവാൻ വേണ്ടി രാത്രി വൈകി വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. ആകെ പൈസ ശേഖരിക്കാവുന്നതിൻ്റെ മാക്സിമം കടം ശേഖരിച്ചുകൊണ്ട് 2 പേരും കൂടി രാത്രി പുറപ്പെടുകയാണ്. മകൾ വോളണ്ടിയർ ആയതുകൊണ്ട് തലേന്ന് വരണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ രാത്രി 8 മണിക്ക് പുറപ്പെട്ടു, ചങ്ങനാശ്ശേരിയിലെത്തി. അത് മകളാണ് ചങ്ങനാശ്ശേരിക്ക് വരാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ വന്നിട്ടാണ് അറിയുന്നത് ഇനി വണ്ടിയില്ല. മകൾ പറയുന്നുണ്ട്, ഉടമ്പടിയിലുള്ള ഓരോരുത്തർക്കും അത് ഉറപ്പാണ്. നമ്മളൊരു ആപത്തിൽപ്പെട്ടാൽ, നമ്മൾ ഏതെങ്കിലുമൊക്കെ വല്ലാത്ത സങ്കടങ്ങളിലേക്ക് അകപ്പെട്ടു പോയാൽ, നമുക്ക് മുന്നോട്ടൊരു വഴിയില്ലെന്ന് ഉറപ്പായാൽ ഓർത്തുകൊള്ളണമേ, അമ്മ മാതാവ് അമ്മയുടെ ദൂതരെ അയച്ച് നമ്മുടെ ജീവിതത്തിന് സംരക്ഷണം തരും. ചിലപ്പോൾ ചില സന്ദേശങ്ങളായിരിക്കും, ചിലപ്പോൾ ചില വ്യക്തികളുടെ സാന്നിധ്യങ്ങളായിരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് വരുമ്പോൾ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി നമുക്കൊരു എളിമയും തുറവിയും ഉണ്ടെങ്കിൽ അത് അനുഗ്രഹത്തിലേക്കുള്ള നിയോഗം പൂർത്തീകരണത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നതായിരിക്കും. അതാണ് മകൾ പറഞ്ഞത്. ആ ഒരു അങ്കിളും ആൻറ്റിയും കൂടി ഞങ്ങളെ അവിടെ നിന്ന് ഓട്ടോയിൽ കയറ്റി ഇങ്ങോട്ട് പോന്നു. ഞാൻ എൻ്റെ കയ്യിൽ 1500 രൂപ ഇറുക്കി പിടിച്ച് കൊടുക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആലപ്പുഴയിൽ വന്നപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഇടിക്കുന്നത് തുള്ളി പോലും വാങ്ങിയില്ല. ഭക്ഷണം വാങ്ങിത്തന്നു. എന്നിട്ട് ഇവിടം വരെ കൊണ്ടുവന്ന് ഇറക്കിത്തന്നു. അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ ഈ അക്കമ്പനിമെൻറ്റ്, കൂടെ നടക്കുന്ന ഇടപാട് വളരെ വേഗത്തിൽ നമുക്ക് കാണാനാവും. നമ്മൾ അമ്മയോടൊപ്പമാണ് നടക്കുന്നതെങ്കിൽ അമ്മ നമ്മളോടൊപ്പവും നമ്മുടെ ജീവിത വിഷയങ്ങളിൽ നടക്കുന്നതും അത് ഒരു പരിസമാപ്തിയിൽ, ഒരു ഫലത്തിലെത്തുന്നത് വരെയും കൂടെ നിൽക്കുന്നത് കാണാനാവും. അത് ജോസഫ് അച്ഛൻ ഉടമ്പടി ദാനത്തിൽ എപ്പോഴും പറയും, നിങ്ങൾ എല്ലാം കൈകൊണ്ട് കൂട്ടിയെടുക്കാൻ നോക്കരുത്. നിങ്ങളെല്ലാം കണ്ണിൽ കാണുന്നതിനപ്പുറമൊന്നും ഇല്ലെന്ന് കരുതരുത്. വിസ്മരണീയമായ പ്രവൃത്തികൾ, അത്ഭുതപ്പെടുത്തുന്ന പ്രവൃത്തികൾ അത് ദൈവം നമുക്ക് അനുവദിച്ചു തരുവാൻ, നമുക്ക് ദൈവസന്നിധിയിലുള്ള എളിമപ്പെടൽ, വിശുദ്ധിയുള്ള ജീവിതം അത് സഹായകരമാകും. പ്രിയമുള്ളവരെ, ഈ മകളുടെ സാക്ഷ്യത്തിൻ്റെ ആദ്യ അവസാനം അമ്മ ഇല്ലായ്മകളിൽ മുഴുവനും അമ്മയിൽ ശരണപ്പെട്ടൊരു ജീവിതം. ആ തകരവാതിൽ പോലും മാറി 25,000 ബലമുള്ളൊരു വാതിൽ പിടിപ്പിച്ചിട്ട് ഞാൻ സാക്ഷ്യം പറയുന്നുവെന്ന് മകൾ പറയുമ്പോൾ, ഇതൊന്നും എൻ്റെ കഴിവല്ല,
ഇതൊന്നും എൻ്റെ സമ്പാദ്യങ്ങൾ കൊണ്ട് നേടുന്നതല്ല, മറിച്ച് എൻ്റെ അമ്മ മാതാവ് എന്നെ വഴികളിലൂടെ നടത്തുന്നു, എൻ്റെ കഷ്ടതകളിൽ സഹായിക്കുന്നു, എൻ്റെ സങ്കടങ്ങളിൽ സന്തോഷത്തിലേക്കുള്ള വഴികൾ തുറന്നു തരുന്നു. എൻ്റെ സഹനകാലത്ത് ഞാൻ പുലർത്തുന്ന വിശ്വസ്തത എൻ്റെ ജീവിതത്തിന് കൂടുതൽ നന്മയിലേക്കും മേന്മയിലേക്കും നടക്കുവാൻ തക്ക വിധത്തിലുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ അവസരങ്ങളാക്കി അമ്മ മാറ്റിത്തരുന്നുവെന്ന്. അതാണ് ഈ മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. എത്ര സുന്ദരമായി മരിയൻ ഉടമ്പടി ജീവിച്ചതിൻ്റെ, മരിയൻ ഉടമ്പടി കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിൻ്റെ, മരിയൻ ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ അമ്മയോട് ചോദിക്കുന്നത് അമ്മ അനുഗ്രഹമാക്കുമെന്ന ബോധ്യത്തിൻ്റെ സാക്ഷ്യം മകൾ ഈ അൾത്താരയിൽ പങ്കുവച്ചു. ഈ മകൾക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.